ഹലോ, ഒന്ന് പെട്ടെന്ന് ഒരുങ്ങി ഓഫീസിൽ പോയാലോ? ഇന്ന് ഭയങ്കര ലേറ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അതായത് നമ്മൾ ഒരുങ്ങാൻ വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സിറം ഇടുന്നുണ്ട്. ഇത് ഗാർണിയറിൻ്റെ ഒരു സെറാണ്, വൈറ്റമിൻ സി സെറാണ് കേട്ടോ. എനിക്ക് ഇത് രാവിലെ നൈറ്റും ഞാനൊരു സെറം യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല എന്തോ റിസൾട്ടുള്ള പോലെ തോന്നിട്ടോ. അപ്പോൾ നമ്മളത് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ത് യൂസ് ചെയ്യുമ്പോഴും അതൊന്ന് അബ്സോർബ് ആവാൻ ഫേസിന് ടൈം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അടുത്തൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അബ്സോർബ് ആവണ വരെ ഞാൻ എൻ്റെ പുരികം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് വരച്ചെടുക്കണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണുള്ളൂ. ആ ഗ്യാപ്സൊക്കെ ഒന്ന് അടക്കി മാത്രമാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ അധികം മേക്കപ്പ് ഒന്നും ചെയ്യണില്ല. പെട്ടെന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ തന്നെയുള്ള ബ്രഷ് വെച്ചിട്ട് ഒന്ന് കോംബ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോംബ് ചെയ്യുന്നത് നല്ലതാണ്, നാച്ചുറൽ ലുക്ക് കിട്ടും. പിന്നെ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഒരു നാച്ചുറൽ ഷെയ്ഡ് എടുത്തിട്ട് അവിടെ ഒരു ഷെയ്ഡ്, ആ ഡൾനെസ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു ഷെയ്ഡ് അവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ന് യൂസ് ചെയ്യണം ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ യൂസ് ചെയ്യണത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് നല്ലതാണ്, ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് അബ്സോർബ് ആവണ വരെ മുടി കെട്ടുകയാണ്. മുടി ഒന്ന് പെട്ടെന്ന് കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി വേഗം എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയാൽ മതിയല്ലോ എന്നോർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ സൺസ്ക്രീൻ. ഇത് ഡെർമാക്കോൻ്റെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. നല്ലതാണ്. ഓയിലി സ്കിൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനമാണ്. ഓയിലി ആക്കൂല, കൂടുതലായിട്ട് ഡ്രൈയും ആക്കണില്ല, ഡള്ളാക്കണില്ല. നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മൊത്തത്തിലൊന്ന് അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ലതാണ് എന്തായാലും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കാലമായിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ണൊക്കെ എഴുതി പോയിട്ട്. ഞാൻ കണ്ണൊന്നും എഴുതാറില്ല. അപ്പോൾ ഞാനൊരു കാജൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഐലൈനർ വെച്ചിട്ട് നമ്മൾ പൊട്ടും കൂടെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് ഐലാഷസും ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു, പെട്ടെന്ന് വിട്ടുപോയി. അപ്പോൾ നമ്മളൊരു ഐലൈനർ വെച്ചിട്ടാണ് പൊട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു കമ്മലും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ എന്തോ ഒരു മിസ്സിങ് ഇല്ലേ, നമ്മൾ ലിപ്സ്റ്റിക്, മെയിൻ സാധനം ലിപ്സ്റ്റിക്, അത് ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടിട്ട് നമ്മുടെ ലുക്ക് ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മേക്കപ്പ് എന്ന് പറയണത്. മേക്കപ്പ് അല്ല, നമ്മൾ റെഡി ആവണത്. ഇതിന് മേക്കപ്പ് എന്ന് പറയാൻ പറ്റുമോ? കുറച്ച് ലിപ്സ്റ്റിക്കും കണ്ണെഴുതിയാൽ ഇല്ല. മേക്കപ്പിന് കുറേ സാധനങ്ങൾ ചെയ്യണം. ഇത് യൂഷ്വലി എല്ലാം പെൺകുട്ടികളും ചെയ്യണതല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിത് സെറ്റും കൂടെ ചെയ്യണം. നമ്മൾ സാധാരണ ടാൽക്കം പൗഡർ ഇടുമല്ലോ, അതിൻ്റെ പകരം ഈ സെറ്റിംഗ് പൗഡർ ഇട്ടുന്നുള്ളൂ. ടാൽക്കം പൗഡർ ആകുമ്പോൾ ഇതൊരു വൈറ്റ് പൊടിയാണല്ലോ, അതുകൊണ്ട് ഇത് നമുക്ക് നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലാണ്ട് ഇത് വേറെ ബെനിഫിറ്റ് ഒന്നും തരുന്നില്ല. നന്നായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യും, നന്നായിട്ട് സെറ്റായിട്ടിരിക്കും, ഡൽനെസ്സൊക്കെ മാറിയിട്ട് നന്നായിട്ടിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു വിഷ്കെയറിൻ്റെ ഒരു സൺസ്ക്രീൻ ബോഡി ലോഷനാണ് കേട്ടോ അത്. ഇതും ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്, കയ്യിലും കാലിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ടാഗൊക്കെ ഇട്ടു, പിന്നെ ഒരു വാച്ചും കൂടെ കെട്ടി, നമ്മുടെ ബാഗും ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലുക്ക്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സി യു.